അച്ചോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തവർക്ക് തിരുക്കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരെ അടക്കാൻ തെമ്മാടി പറമ്പുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്തെ ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിലവേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല അച്ചോ. ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട പൈലി, വേണ്ട. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കണ വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കണ്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താൻ പഠിച്ചില്ല അല്ലേ? പറയടാ, എന്തിനാ പൊളച്ച ആത്മഹത്യ ചെയ്ത്? നീ കാരണം എന്റെ അനിയൻ കെട്ടിത്തൂങ്ങി ചത്തത്. അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്നാ അവൻ ചത്തത്. നിന്നെ ഞങ്ങൾ വെറുതെ വിടുക. അടുത്തവരെ കൊന്നാളെ പറയാൻ ഈ ഇടവഴക്കാര് മുഴുവൻ കേക്കപ്പറ. എന്തിനാ പൊളച്ചൻ ചത്ത്? എന്തിനാ പൊളച്ചൻ ചത്ത്? ഇത് ഞാൻ നാൻസിയെ കടന്നു പിടിക്കുന്ന കണ്ട് പെണ്ണും കൊണ്ട് പൊളിച്ച് തൂങ്ങിച്ചത്തത്. പൊളിച്ചിന് അവസാനം എഴുതി കത്ത് ഞാനാ കീറിക്കളഞ്ഞത്. സത്യമാണോടാ? ഇവിടെ പറഞ്ഞ സത്യമാണോന്ന്? അമ്മയെ പെങ്ങളെ തിരിച്ചറിയാൻ മേലാത്ത തെണ്ടി പൊയ്ക്കോ. എനിക്ക് മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ, മാറാരോഗം തന്നോ, എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ, എന്നെ കൂടി അങ്ങ് വിളിക്കാൻ മേലെ. അന്ത്യവിധിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ. അച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ. അച്ചോ, സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനല്ല കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കള് പൊറുക്കണം. നിക്ക്, പോവാണോ? എന്റെ മോ സണ്ണിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയും ഒക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ. അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എങ്ങും വിടില്ല അമ്മച്ചി. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാണല്ലേ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. അവള് ഗർഭിണിയാണ്.
മുഹമ്മദ് അലി, നിനക്ക് എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത്? പറ. ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോകാം, നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം, പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളായി അറിയാവുന്നതല്ലേ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഇവള് മതി. പ്ലീസ്. ഷീസ് പ്രഗ്നന്റ്. അവൾ ഗർഭിണിയാണ്. ഐ നോ. എന്തിനാടി മടങ്ങിപ്പോവാൻ നേരം ഈ ഒരു എക്സ്ട്രാ ലഗേജ്? എന്റെ കുഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ എനിക്ക് കേൾക്കില്ലേ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഇല്ല, നിന്നെ ആർക്കാ ഞാൻ വിട്ടുകൊടുക്കുക? സണ്ണി, മുഹമ്മദ് അലി, ഞാൻ പറയുന്നേക്ക് പ്ലീസ്. എനിക്ക് സണ്ണിച്ചനെ വേണം. നമ്മുടെ കുഞ്ഞിന് സണ്ണിച്ചനെ വേണം. അമ്മച്ചിക്കും ഇവിടെ എല്ലാവർക്കും സണ്ണിച്ചനെ വേണം. അരുത് സണ്ണിച്ച, അരുത് പ്ലീസ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നീ പോ. നീ ഞങ്ങളെ വിട്ടേക്ക്. ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. നീ പോ. എനിക്ക് ജീവിക്കണം. നിനക്കും ജീവിക്കണ്ടേ? സോറി, ഞാൻ അന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ. പ്ലീസ് നീ പോ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.